നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അതിലൊരു നിയന്ത്രണത്തിനുള്ള ചില വ്യവസ്ഥകൾ കൊണ്ടുവരണം എന്നാലോചിച്ചിട്ടുണ്ട്. അത് ക്യാബിനറ്റൊക്കെ ചർച്ച ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ വരും. സർവകക്ഷി യോഗത്തിൽ വന്ന ഒരു നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. നഷ്ടപരിഹാരത്തിന്റെ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ വഹിക്കണം എന്നുള്ളതാണ്. 60% കേന്ദ്ര സർക്കാർ വഹിക്കണം എന്നൊരു നിർദ്ദേശം സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കാനാവും. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ടെന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞു, വളർത്താൻ പറ്റില്ല എന്നല്ല, വളർത്തുന്ന കാര്യത്തിൽ ചില വ്യവസ്ഥകൾ കൊണ്ടുവരേണ്ടത് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിപ്പോ അന്തിമമായ തീരുമാനമല്ല എടുത്തിട്ടുള്ളത്. ഒരു നിർദ്ദേശമായിട്ട് യോഗത്തിൽ വെച്ചു. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പൊതുവിൽ അതിനോട് യോജിക്കുക ചെയ്ത്. പൊതുവിൽ ഈ വനാതിർത്തിയിൽ വളർത്തുമൃഗങ്ങളെ അനുവദിക്കില്ല, അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഇന്നെടുത്ത 27 തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ ഒരു ചോദ്യം വന്നു. ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശമുണ്ടായോ എന്നാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല, നിർദ്ദേശം വന്നു. സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പോൾ മനസ്സിലായില്ല. അതാണ് അതിൽ സംഭവിച്ചത്. അപ്പോൾ അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം. അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, തീരുമാനിച്ചിട്ടുമില്ല. 15-ാം തീയതി യോഗത്തിൽ മുഖ്യമന്ത്രി അത് ക്ലാരിഫൈ ചെയ്ത അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നത് കൊണ്ടാണ് ഇക്കാര്യം ഇപ്പൊ തന്നെ വ്യക്തമാക്കുന്നത്. വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്.